കുരുടിമുക്കിൽ വടംവലി മാമാങ്കം കാണാൻ വന്നതാണേ. സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമാകുന്ന മത്സര പോരാട്ടത്തിന്റെ അവസാന ചുവടുകൾ അതാർക്ക് സ്വന്തം. ഇതാണ് വടംവലി വിട്ടുകൊടു കൈയടി. എന്താ ആവേശല്ലേ എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു വടംവലി മത്സരം കാണാൻ പോന്നേ. മത്സരത്തിന്റെ കിരീടാവകാശികളായി ഫ്രാൻസ് പെരുവയൽ. നമ്മളെ നാട്ടിലൊക്കെ ഓണത്തിനൊക്കെ ഉണ്ടാവില്ലേ കമ്പവലി, ഞാൻ അതാന്നേ ആകെ കണ്ടിക്കുള്ളൂ. ഇത്രയും തീപ്പൊരി പാറുന്ന ഇത്രയും വലിയൊരു കമ്പവലി മത്സരമല്ല, പ്രത്യേകിച്ച് ലേഡീസൊക്കെ പങ്കെടുക്കുന്ന ഒരു മത്സരമില്ലേ, അത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എന്താ അടിപൊളി. കമ്മട്ടിപ്പാടത്തിന്റെ കളിക്കൂട്ടങ്ങൾ വോയിസോ കമ്മട്ടിപ്പാടം കപ്പലും കപ്പിത്താനും കടലും കടലമ്മയും കൽപ്പിൽ തിരമാലകളും കോർത്തുവെച്ച കോഴിക്കോട്ടെങ്ങാടിയുടെ മണ്ണില് കമ്പക്കയറിന്റെ താരപ്രമാണിമാരെ തേടി അണുകിച്ചെരുക്കിയ വടംവലിയുടെ ആവേശ ചുവടുകൾ ഒന്നിൽ മുഖാമുഖം മാറ്റുരച്ച് കയറുന്നവർ വോയിസ് ഓഫ് കമ്മട്ടിപ്പാടം റോയൽ ആർമി. വടംവലി പോലെ തന്നെ തീപ്പൊരി പാർന്ന് തന്നെയാണ് കേട്ടോ ആടുന്ന ഈ ഒരു ബ്രോ പറയുന്ന കമൻട്രിയും. അവർ പറയുന്ന ഓരോ വരികളും മത്സരാർത്ഥികളെയും കാണികളെയും ഒരുപോലെ ആവേശത്തിലാത്തുന്നു. അത്രയും തീപ്പൊരി പാർന്ന അടിപൊളി കമൻട്രി ആയിരുന്നു കേട്ടോ ഇന്നലെ. ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചുവടുകളിലേക്ക് കളിത്തട്ടകം പടിമാറുന്ന കാഴ്ച. പോരാട്ട വീര്യമുള്ള 14 പടയാളികൾ വീതം കുത്തിനിറച്ച മലബാറിന്റെ മണ്ണിലെ വടംവലിയുടെ 2 പടക്കപ്പലുകളങ്ങനെ കുരുടിമുക്കിന്റെ കളിക്കളത്തിൽ മുഖാമുഖം അങ്ങനെ കൊമ്പ് കോർക്കുന്ന കാഴ്ച. ഒരു പുറത്തെ വിമിൽസൺ എന്ന കപ്പിത്താൻ മുന്നിൽ നിന്നും പടം നയിച്ചുകൊണ്ട് കേരളക്കരയുടെ വടംവലിയുടെ പീരങ്കി പടയാളികളായി തന്നെ നടന്നു കയറുമ്പോൾ JRP അഡ്മാസ് ഒക്കമെന്നാൽ എതിർ ചേരികൾ ലാലു എന്ന പടനായകന്റെ തേരിലേറിക്കൊണ്ട് കളിക്കളത്തിന്റെ ചുവടുകളിലേക്ക് നടന്നെടുക്കുവാൻ പുണ്യാളൻസ് കുനിക്കാട്ട് മുക്ക് ഏറ്റി ആഡംബരത്തിന്റെ അവസാന വാക്കുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ ആദ്യ യാത്രയിൽ തകർന്നടിഞ്ഞ ടൈറ്റാനിക്കിനെ പോലെ ആരുടെ പടക്കപ്പലി കളിക്കളത്തിൽ തകർന്നടിയും 6 വിജയത്തിന്റെ ചൂടംപൊളികളുമായി അവസാന ലീഡുകളിലേക്ക് കുതിച്ചു വായുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടി 3ാമത് ക്വാർട്ടർ ഫൈനൽ കളിക്കളത്തിൽ മുഖാമുഖം അങ്ങനെ മാറ്റുരച്ച് കയറുന്ന കാഴ്ച. നീലപ്പടയുടെ കൈക്കരുത്തിന് മുന്നിൽ പതറാതെ ഇടറാതെ കൈക്കരുത്തിന്റെ മേലോളന്മാരായി തന്നെ പടയൊരുക്കം നടത്തുവാനും വെച്ച് ലാലു എന്ന അധികാരി മുന്നിൽ നിന്ന് പടനൊഴിച്ചുകൊണ്ട് 4ാം നമ്പറിൽ നമ്മളെ കീഴൂർ ഉത്സവത്തിനുണ്ടാവില്ലേ നിറയെ ആളും ബഹളും ഐസ്ക്രീമെല്ലാം, അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇന്നലെ അവിടെ പോയാരോ.